നാളെ ജുമാ ദിവസമല്ലേ? നമസ്കാര ശേഷം നമുക്ക് നല്ലൊരു ഹോട്ടലിൽ പോകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം. വേണ്ട മോനെ, വീട്ടിലിരുന്ന് കഴിച്ചാൽ പോരെ? വെറുതെ പൈസ ചെലവാക്കണോ? നമുക്ക് നാളെ പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, മാതാപിതാക്കളുടെ പ്രിയം നേടുന്നത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണെന്നോ? ശരി മോനെ, നമുക്ക് നാളെ കഴിക്കാം ഇൻഷാ അല്ലാഹ്. വെൽക്കം സാർ. വെൽക്കം മേഡം. മേഡം, എന്താ കഴിക്കാൻ വേണ്ടത്? നമ്മളെന്താ ഓർഡർ ചെയ്യാ? ഇന്നത്തെ സ്പെഷ്യൽ തന്നെ ആയാലോ? എന്താണ് ഇന്നത്തെ സ്പെഷ്യല്? സുർബിയൻ ബിരിയാണി. മേഡം, എന്താ കഴിക്കാൻ വേണ്ടത്? ഓർഡർ ആയിട്ടില്ല, ഒരാളും കൂടെ വരാനുണ്ട്. സാർ, എന്താണ് കഴിക്കാൻ വേണ്ടത്? എന്താ ഇപ്പൊ കഴിക്കാൻ വേണ്ടത്? നിനക്കെന്താ വേണ്ടേ? എനിക്കൊരു ഫ്രൈഡ് റൈസ് മതി. Hey waiter, 1 chicken biryani and 1 fried rice. നോക്ക്, അയാളുടെ കൈകളൊക്കെ വിറയ്ക്കുന്നു. ഭക്ഷണമൊക്കെ താഴെ പോകുന്നുണ്ട്. അയാൾക്ക് വീട്ടിലെങ്ങാനും ഇരുന്ന് കഴിച്ചാൽ പോരെ? ഇവിടെയൊക്കെ വൃത്തികേടാക്കാൻ. മാന്യന്മാര് കഴിക്കുന്ന സ്ഥലമല്ലേ ഇത്? ആ ശരിയാ, ഇയാൾക്ക് വീട്ടിലിരുന്നാ പോരെ? ഈ പ്രായ അയാൾ എന്തായി കാണിക്കുന്നത്? ഇവിടെയൊക്കെ വൃത്തികേടാക്കുവോ? കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. മോനെ, ഭക്ഷണമൊക്കെ താഴെ പോകുന്നുണ്ട്. സാരമില്ല, ഞാൻ കഴിക്കാൻ സഹായിക്കാം. എക്സ്ക്യൂസ് മീ, താങ്കൾ എന്തെങ്കിലും ഇവിടെ വെച്ചു പോയിട്ടുണ്ടോ? ഇല്ല, ഒന്നും വെച്ചിട്ടില്ല. ഉണ്ട്, വച്ചിട്ടുണ്ട്. എല്ലാ മക്കൾക്കുമായ ഒരു ഗുണപാഠവും എല്ലാ ഉപ്പമാർക്കുമായ ഒരു പ്രതീക്ഷയും പകർന്നു വെച്ചിട്ടാണ് നിങ്ങൾ മടങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതി നമ്മെ ശ്രദ്ധാപൂർവം പരിപാലിച്ചവരെ മറക്കാതെ തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യുക എന്നതാണ്. നമ്മുടെ മാതാപിതാക്കളും മുതിർന്ന സഹോദരങ്ങളും നമ്മുടെ സുഖത്തിനും നന്മയ്ക്കുമായി വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതിനു പകരം നമ്മൾ അവർക്ക് പരിധികൾ ഇല്ലാത്ത സ്നേഹവും നന്ദിയും ബഹുമാനവും നൽകാൻ കടപ്പെട്ടവരാണ്. ഒരു സമയത്ത് വേഷങ്ങൾ മാറുമ്പോൾ നമ്മൾ അവരുടെ താങ്ങായി സംരക്ഷകരായി മാറേണ്ടത് നമ്മുടെ കടമയാണ്. അവരുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ പൈതൃകം തലമുറ തലമുറയായി കൈമാറുവാൻ നമുക്ക് കഴിയട്ടെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ.